കേരള ഫോറസ്റ്റ് ആക്ട് 1961 പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വിമർശനവുമായി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് രംഗത്ത്. നിലവിലെ നടപടി വനംവകുപ്പിന് അമിതാധികാരം നൽകുന്നതായി മാറുമെന്ന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി PM ബേബി കുറ്റപ്പെടുത്തി. ഭേദഗതി യാഥാർത്ഥ്യമായാൽ വനാതിർത്തിയിൽ പോലും മനുഷ്യന് സ്വസ്ഥമായി താമസിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. ഭേദഗതിയുടെ പേരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഴിഞ്ഞാടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും PM ബേബി അടിമാലിയിൽ പറഞ്ഞു. കേരള ഗവൺമെന്റ് കേന്ദ്ര വനനിയമം പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കേരള ഫോറസ്റ്റ് ആക്ട് ഭേദഗതി ചെയ്യുന്നതിനുള്ള ശുപാർശ കരട് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മേൽ റവന്യൂ വകുപ്പും വനം വകുപ്പും കൂടി കൂട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ കർഷക ജനസാമാന്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഫർ സോണിൻ്റെയും കാട്ടുമൃഗങ്ങളുടെയും എല്ലാം ഭീഷണി ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അമിതാധികാരം കൊടുക്കുന്നതിന് വേണ്ടി കേരള ഫോറസ്റ്റ് ആക്ട് 1961 ഭേദഗതി ചെയ്യുന്നത്. ഈ നിയമം വന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വനത്തിലാരും പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, പക്ഷേ വനമേഖലയുടെ പ്രദേശത്ത് എവിടെയെങ്കിലും മനുഷ്യന് താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടം നടത്താനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. കേന്ദ്ര വനഭൂമി നിയമം 2023 ഭേദഗതി വന്നപ്പോൾ പുരോഗമനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വനം ഉപയോഗിക്കാമെന്നും അതുപോലെ തന്നെ 1996 മുമ്പുള്ള ഏതെങ്കിലും തരത്തിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പ്രദേശങ്ങൾ വനമാക്കാൻ പാടില്ലെന്നും അങ്ങനെ വനം നോട്ടിഫിക്കേഷൻ പാടില്ലെന്നും പറഞ്ഞ് പുരോഗമനപരമായ നിയമം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കേരളത്തിൽ വളരെ കിരാതമായിട്ടുള്ള വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു നിയമവുമായി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വന്നിട്ടുള്ളത്.